ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ സ്ത്രീകളെക്കുറിച്ച് കുറച്ച് വിചിത്രമായിട്ടുള്ള കുറേ സത്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ സ്ത്രീകളെയും മാക്സിമം 100ൽ ഒരു 80% ആൾക്കാരുടെയും സ്വഭാവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഒരു വാക്ക് പോലും വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾക്കത് ഓർത്തെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അല്ലേ. കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലുണ്ടോ നമ്മുടെ അടുത്തത് ടീച്ചർമാരത് പഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളത് പഠിച്ച് മനസ്സിൽ വെച്ചാൽ നമ്മൾ സത്യത്തിൽ അതൊക്കെ അങ്ങ് മറന്നു പോകും. അതേസമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ നമ്മുടെ ഉള്ളിലൊന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് മാക്സിമം നമ്മളത് പറയും. അത് ഇന്ന കാര്യമാണ്, അതെനിക്ക് നമുക്കുണ്ടായ ആ ഒരു വിഷമം നമ്മൾ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല അല്ലേ. ഞാൻ അങ്ങനെയാണ്. ഞാൻ അപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ദൈവമേ ഇതിൽ പഠിച്ച സമയത്ത് ഇത്രയൊക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ പഠിച്ചില്ലല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു വിഷമങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ തന്നെ അതങ്ങനെ കിടക്കും. അതുതന്നെ മറ്റു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചിലതൊന്നും നമ്മൾ ആരോടും പറയത്തില്ല. അത് മനസ്സിൽ തന്നെ വെച്ച് നീറി ഇരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് നമ്മൾ മാക്സിമം സ്ത്രീകളും. നമ്മളെല്ലാം ഒന്നും ആരോടും ഷെയർ ചെയ്യാതെ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മൾ നീട്ടി ഇരിക്കും അല്ലേ. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തായിരിക്കും നമ്മളിരിക്കുന്നത് അല്ലേ. കാരണം ഇപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പം എന്തെങ്കിലും നമ്മൾ വിവാഹം കഴിച്ചവരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പനിയോ കാര്യങ്ങളോ ചെറിയ എന്തെങ്കിലും ഒരു വന്നാലും നമുക്ക് ഭയങ്കര ആദിയും വെപ്രാളും ഒക്കെ. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വന്നാൽ പോലും നമുക്കത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമായിട്ട് നമ്മളത് വലിയ എന്തോ ആയിട്ട് നമ്മളത് തീ തിന്ന് നടക്കും അല്ലേ. എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെ അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളുടെ മൗനം എന്ന് പറയുന്നത് അത് നമ്മുടെ വലിയൊരു പ്രതിഷേധമാണ്. നമുക്ക് ദേഷ്യം വരുവാണെങ്കിൽ നമ്മൾ ആദ്യമേ മാക്സിമം അവരോട് പറഞ്ഞു നോക്കി, എന്നിട്ടും പറ്റില്ലെങ്കിൽ നമ്മൾ മൗനമായിട്ടിരിക്കും. നമ്മുടെ ആ ഒരു മൗനം എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതിഷേധമായിട്ടാണ്. എൻ്റെ കാര്യം എനിക്ക് അങ്ങനെയാണ്, കുറേ സ്ത്രീകൾക്കും അങ്ങനെയാണ്. അപ്പം നിങ്ങളുടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറഞ്ഞേക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ കൂടെ. വലിയൊരു പ്രതിഷേധമാണ് നമ്മുടെ സ്ത്രീകളുടെ മൗനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എത്ര വലിയ വിഷമങ്ങളുണ്ടെങ്കിലും ഉള്ളിൽ ഒതുക്കി ഇരിക്കുക, എന്നിട്ടത് പൊട്ടിത്തെറിക്കുന്ന അത്ര സീരിയസ് പൊട്ടിത്തെറിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ മറ്റുള്ളവരോട് എന്തെങ്കിലും ഒന്ന് അതിനെക്കുറിച്ച് പറയുന്നത് അല്ലേ. നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുന്ന സന്ദർഭത്തിൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയത്തുള്ളൂ. കാരണം നമ്മൾ അത്രയും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് ഒതുക്കി വെക്കാൻ മാക്സിമം സ്ത്രീകൾക്കും അങ്ങനെ ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എത്ര വലിയ സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഒതുക്കിയിട്ട് മറ്റുള്ളവരുടെ ഒരു വിഷമത്തിൽ നമുക്ക് അവരെ സമാധാനിപ്പിക്കാനും അവരുടെ വിഷമത്തിൽ പങ്കുചേരാനുമുള്ള ഒരു കഴിവ് നമുക്കുണ്ട് അല്ലേ. എത്ര വലിയ വിഷമങ്ങളുണ്ടെങ്കിലും നമ്മളത് ഉള്ളിൽ ഒതുക്കിയിട്ട് മറ്റുള്ളവർക്ക് ഒരു വിഷമം വന്നാൽ നമ്മൾ നമ്മുടെ വിഷമത്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് അവരുടെ വിഷമത്തിന് കൊടുത്തിട്ട് നമ്മൾ അവരെ ആശ്വസിപ്പിക്കും, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് മാക്സിമം എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ്. അവരൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കൂടെ കരയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം മാക്സിമം സ്ത്രീകൾക്കുള്ള ഒരു വിചിത്രമായിട്ടുള്ളൊരു സ്വഭാവമാണ്. പക്ഷേ ഈ സ്വഭാവങ്ങളൊന്നും ആണുങ്ങൾക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളുടെ പ്രധാന ഒരു സ്വഭാവം എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പ്രാണൻ തന്നെ നൽകും അല്ലേ. നമ്മളെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ഉണ്ടല്ലോ, നമ്മളവരുടെ പ്രാണൻ തന്നെ നമ്മൾ നൽകും. അതാണ് നമ്മുടെ സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും ഒരു പ്രത്യേക ആയിരിക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാണം വരെ നൽകും. പക്ഷേ നമ്മളെ ചതിച്ചെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ക്ഷമിക്കത്തുമില്ല, പൊറുക്കത്തുമില്ല. പകയായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതലും പിന്നെ വെറുക്കുന്ന അവരെയായിരിക്കും. നമ്മൾ എത്ര സ്നേഹിക്കുന്ന അതിത്തോനെ നമ്മൾ വെറുക്കുകയും ചെയ്യുന്ന ആ ഒരൊറ്റ ഒരു കാര്യമാണ് നമ്മുടെ സ്ത്രീകളുടെ ഏറ്റവും ഒരു വിചിത്രമായിട്ടുള്ള ഒരു സ്വഭാവമാണത് അല്ലേ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്നൊന്ന് പറഞ്ഞേക്കുക, കമൻറ്റ് ബോക്സിൽ കൂടെ വന്ന് പറയുക. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഫുൾ കാര്യങ്ങളും എനിക്ക് എന്നിലുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.